ചന്ദ്രൻ അളിയാ എന്തൊക്കെ ഉണ്ടളിയാ വിശേഷം? അളിയ മിസ് ചെയ്യണ ഇതൊക്കെയാണ് മിസ് ചെയ്യില്ല അളിയാ. ഇത് കണ്ടാ ഹലോ ബ്രോ, എന്റെ പേര് ചന്ദ്രൻ. ബ്രോന്റെ പേരെന്താ? ചന്ദ്രൻ നമ്മളെ മനസ്സിലായോ? ഇവന് മനസ്സിലായല്ലോ. ഞാൻ വെച്ച് ഇവന് മനസ്സിലായെന്ന് വെച്ച് ഇടിച്ചാണെന്ന് വിചാരിച്ചോട്ടാ. ഞാനാണ് ഞാൻ. സുഖാണ് അളിയാ, സുഖാണ് അളിയാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അളിയാ? അളിയാ ഒരു മിനിറ്റ്, ഇതൊക്കെ എന്തൊരു പരിപാടിയാണെന്ന് പോലും എനിക്ക് അറിയൂടാ. റൊമാൻറ്റിക് അളിയാ എന്തൊക്കെ ഉണ്ടളിയാ വിശേഷം? നീ ഒറ്റയ്ക്കേ വന്നുള്ളൂ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളടാ, ഒറ്റയ്ക്കേ ഉള്ളു. അവരൊക്കെ എന്തിയേ? അവരൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളു. സുനിമോനാ? സുനിമോനൊന്നുമില്ലടാ, ഞാൻ ഇവിടെ ഗ്യാങ് ഇല്ലേ ബെല്ലേരിയില്ല, അവിടെ ചുമ്മാ ഫ്രീ കളിക്കാൻ വേണ്ടി കയറത്. നീ മെനിഞ്ഞാന്ന് വാറ കളിച്ചിട്ട് ടീച്ചറുള്ളവര് ഇതാക്കുന്നുണ്ട്. എടാ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവാറെന്നും പറഞ്ഞ ഇവന്മാരെ വിളിച്ച് കയറ്റി തന്നെ. അത് ഇതായി മറ്റെന്തോന്ന് ഇനിഷ്യൽ സിറ്റുവേഷൻ എന്തോ സംതിങ് ആയിരുന്നു. അവസാനം എന്റെ കറണ്ട് പോയി, ഇവന്മാര് മറ്റേ വലിച്ചൂരി പോയെന്നൊക്കെ പറഞ്ഞ മറ്റേ തൊഴിലെ താളമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ പ്രീവാറ ജയിച്ച്, പിന്നെ അത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം വാറായിരുന്നു. വാറ തോറ്റ് മൊട്ടം താളമായിരുന്നു അവന്മാർക്ക്. അതുകൊണ്ടാ അതെന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് താളമൊക്കെ അടിച്ച് നിക്കണമെന്നുണ്ട്. ലുക്ക് മാറ്റിയേ? ലുക്ക് മാറ്റിയല്ലേ, ഇവിടെ വന്നപ്പോ ഈ ലുക്കായിരുന്നു. പിന്നെ ഞാൻ ടി ഡി കളിക്കാൻ മാത്രമേ കയറത്തുള്ളായിരുന്നു, മാറ്റണമെന്നൊന്നുമില്ല. പരിപാടിയൊന്നുമില്ല. നടക്കട്ടെ, ഞാനേ ഒരു കാര്യം സംസാരിക്കാം, വരാം. അളിയാ പിന്നെ വിശേഷങ്ങളൊക്കെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇങ്ങനെ ഇറങ്ങണം. ഇപ്പൊ ഒരു നമുക്ക് രണ്ടാടിയൊക്കെ അടിക്കാം. കൊമരല്ലേടാ അത്? എവിടെ ഇവിടെ എന്തൊരു ഗ്യാങ്സുകള്, വീടുകള്, അവിടെ ദൂരത്തൊക്കെ പള്ളി കണക്ക്. അടിപൊളിയാണ് ഇവിടെ, ഫുള്ള് നൈസ് ആണ്. ഇവിടെ അപ്പുറത്ത് വേറൊരു സിറ്റി ഉണ്ട്, അവിടെ പോയിട്ടില്ലേ? പലേറ്റ പ്രസവിച്ച് അറിഞ്ഞറിഞ്ഞ് വലിയൊരു മാപ്പ്. സുനിമോൻ അവരാരും കൂടെ കൊണ്ടുവരാൻ അവനെ കൊണ്ടുവരണം, ഒരു ദിവസം കൊണ്ടുവരാം. വേറെ ഏതോ ഒരു ലോകത്താണ്. കൊണ്ടുവരാം. ഞാൻ ഇന്ന് വൈകുന്നേരം അണ്ണനെ കൊണ്ടുവരാം, സർക്കണ്ണെ കൊണ്ടുവരാം. ടി ഡി കളിക്കാൻ ഉണ്ടായിരുന്നു ഇവിടെയാ. ടി ഡി കളിക്കാൻ വരും. നേരം ബോബോയിൽ നമ്മളെല്ലാരും കൂടി ടി ഡി കളിയായിരുന്നു അവിടെ. അല്ലേ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നല്ലാതെ മിസ് ചെയ്യാതെ, ഇതുകൊണ്ടല്ലേ നിന്നെ കണ്ടോണ്ട് ഓടി വന്നു. പേര് മാറ്റി നടക്കുവായിരുന്നു ബിനു പറഞ്ഞു. മനസ്സിലായെന്ന് വിചാരിച്ചിട്ടാണ് ഇടിച്ചപ്പോ ഞാൻ. നിന്നെ എങ്ങനെ മനസ്സിലാക്കൂടാ? നിന്റെ മുഖത്ത് മുഖം മൂടി, വേറെ ഡ്രസ്, വേറെ മുടി, നിന്നെ എങ്ങനെ മനസ്സിലാക്കും? മണത്തറിയാനാ ഞാൻ കുറച്ചും കൂടി പറ്റിച്ചാൽ മതിയായിരുന്നു. ഞാൻ നീ ഇങ്ങനെ ആദ്യം, അതുകൊണ്ടാണ് ഞാൻ ഇടിച്ചത്. അപ്പോഴാണ് അതായത് നിന്റെ മോമുടി പോകാൻ വേണ്ടി ഇടിച്ചത് ഞാൻ. പോയിട്ട് മനസ്സിലായില്ല. ഇല്ല മനസ്സിലായില്ല, വേറെ മുടി കുറച്ചും കൂടി പറ്റിക്കാനുള്ള നിന്റെ ഊസം നടിയേക്കൊണ്ട് നിന്റെ. അളിയാ ഇന്നലെ നമ്മുടെ മണി ടർഫ് ഉണ്ടായിരുന്നു, 3 വർഷത്തിന് ശേഷം മണി ടർഫ് കളിച്ച്. ഞാൻ കണ്ടില്ലടാ, ഞാൻ ടർഫ് ഹോൾഡിലാണ്. പക്ഷെ അതെന്തുപറ്റി? നമ്മളെന്തോ മറ്റേ ഇതിട്ടെന്ന് പറഞ്ഞു, വാക്കിംഗ് സ്റ്റൈലെന്തോ മാറ്റിയെന്ന് പറഞ്ഞിട്ട് എന്തോ സീനാക്കിയാൽ മതി. കരച്ചിലോളി പട്ടി പുണ്ടച്ച് നോക്കരുത്. അങ്ങനെ കൊണ്ട് അമ്മക്ക് ഇടയ്ക്ക് കഴയളവും, തോറ്റു കഴിഞ്ഞാൽ കഴയളവും. അപ്പൊ അറിഞ്ഞൂടാ ഇനി ഇത് ടർഫ് റീ വിളിക്കാൻ തോന്നും. കരഞ്ഞു വിളിക്കണ ഭയങ്കര ഷോടെ.
ഇത് സൂണല്ലേ? ഞാൻ സോണാണ്. പൂവൊക്കെണ്ടല്ലോ. വാറം കളിക്കാൻ മാത്രം കേറി. ഇന്നിപ്പോ ഞാൻ വിളിച്ചോണ്ട് വന്നതാ. വാ അണ്ണാ, കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. നിന്റെ സിറ്റുവേഷൻ എപ്പോ കഴിയും? ഇല്ലടാ 12 നമ്പരാ. എടാ എന്റെ ഫോണൊന്നും ഇല്ലടാ. ഒന്നുമില്ല ഫോണൊന്നുമില്ല. ഇതിലിട്ടാ മതി. അല്ല ഇനി 12 മണിക്കുള്ളൂ സിറ്റുവേഷൻ. 12 മണിക്കുള്ള സിറ്റുവേഷൻ ഉള്ളൂ. പിന്നെ വാ, നമുക്കൊന്ന് കറങ്ങിട്ടൊക്കെ വരാം. വാ. ഹലോ ആരെന്നറിയാൻ പറ്റും? ഗോകു. ഇത് ഗോകു. ഹായ് ഗോകു. ഹായ്. ഹലോ. ഗോകുനെ നീ സംസാരിച്ചില്ലല്ലോ. എടാ രായനെ അറിയാലോ. ഹായ് ഗോകു. എടാ എന്താ പരിപാടി? ഗോകു സിറ്റുവേഷൻ അല്ല എന്താ? ആരുടെ ഡീബോർഡ് സൗണ്ട് ആയിട്ടാ? അറിഞ്ഞിട്ട് വാളിയ നീ വാ. പണ്ടത്തെ SMG. എടാ സിറ്റുവേഷൻ ഒന്നുമില്ലായാ? ഇല്ല എടാ സ്നൈപ്പർ. പിന്നെ വേറെ വഴിയുണ്ട്. കണക്ടർ ഇട്ടിട്ട് താളം അടിക്കാം. ആരാ? എടാ അത് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്തായാലും? എടാ 20 മുട്ടയായിരുന്നല്ല? ഞാൻ എന്താടാ ഞാൻ VC വരാം. വെയിറ്റ് രായ ഒരു 5 മിനിറ്റ് വെയിറ്റ് കളിയാ. അളിയാ പൈസ തരണ്ട്. ബ്രോ വരാം. ഓക്കേ, അപ്പൊ പോയിട്ട് വന്നില്ല. ബൈ. ശിവമാരിക്കുള്ളത് സംസാരിക്കും. കാര്യട്ടിറങ്ങ. ചന്ദ്ര, നൈസ് ടു മീറ്റ് യു. മംഗലശ്ശേരി നീല. ഹലോ ഹായ്. നീല. ഹലോ, കേക്കാവോ? കേക്കടാ. പോട്ടെ. പോവാ. ഓക്കേ, ബൈ. അളിയ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. വണ്ടി തെറ്റ്. ഇത് പുതിയതാ. ഇത് അളിയ മറ്റേ റോങ്ങർ അല്ലേ? അവൻ പണിയാണ്. പിന്നെ അവന്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞ് ചന്ദ്ര ഇനി ഇതിലേക്കുള്ളൊന്നും പണിയാൻ വണ്ടി ഇല്ലെന്ന്. ഇതിൽ എന്തൊരു പണിയായിരിക്കണം. എല്ലാം ഫ്രണ്ടില് പോയാല് ബാക്കില് ടയറ്. ഇതെങ്ങനെ വരുന്ന വണ്ടിയായിരുന്നു അളിയാ? ഒരു സ്റ്റിക്കർ മാത്രമേ ഫോട്ടോ വേണമായിരുന്നു പണ്ടത്തെ. പക്ഷെ ആ മസിൽ ഫോട്ടോ വേണമായിരുന്നു. അത് സത്യമല്ലേ? പണ്ട് മസിലാക്കി ഇറക്കിയത് അത് വർഷങ്ങൾക്ക് ശേഷം പോയാ വിനു? അല്ല നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങാനാണ്. കുറെ നാൾ ഇല്ലാത്തോണ്ട് പെട്ടെന്ന് ആൾക്കാർ വിശ്വസിച്ചു. ലൊക്കേഷൻ ഓഫീസ് ഇല്ല കേസ്. ഓസിയിലൊന്നും നമുക്ക് വേറെ പ്രശ്നം തോന്നണ്ട. നമ്മളിപ്പോ ഇന്ത്യയിൽ പറഞ്ഞതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തുള്ളൂ. ഓസിയിലെ ഒന്നുമില്ല. ഓസിയിലെ കാര്യം വേണ്ട കേസ്. നമ്മളിനി ലൈവ് ഇരുന്നിട്ട് മറ്റേ ഇത് ഉണ്ടാക്കിയെന്ന് പറയും. ഒന്നാ നമ്മുടെ മേത്ത് കയറാൻ നിൽക്കും എല്ലാരും കൂടി. അളിയാ കട കിട്ടില്ല. കട വരുമെന്നൊക്കെ പറയുന്ന കേട്ട്. ഇവിടെ കട ഇല്ലല്ലോ. ഇവിടെ കടയുണ്ട്. ഇവിടെ കടയില്ല. നമ്മളല്ലേ? ഇല്ല കടയില്ല. ഉണ്ടാ? കടയില്ല. ഇല്ല ഇവിടെ കടയില്ല. ഇവിടെ നൈസായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക്. ഞാനൊരു അറിവ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ റിബേക്ക കംബാക്ക് അടിക്കുന്ന പറഞ്ഞിട്ട് പുറത്ത് ഇൻസ്റ്റാ ലോകം വഴി ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഇല്ല പുറത്തുനിന്നൊരു അറിവ് കിട്ടിയെന്ന് പറഞ്ഞ. കാശ് അളിയാ ഫണ്ട് വല്ല വേണോ? അളിയാ ഫണ്ട് വല്ല വേണോ? അളിയാ റിച്ചാണ് ഞാൻ ഇപ്പം. നീ കുറച്ച് നമുക്ക് ഇപ്പൊ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡാണ് വേണ്ടത്. അളിയാ ഫുഡ് എത്ര വേണം? ഒരു ലോഡർ ഇറക്കി തരട്ടാ? എത്ര ഫുഡ് വേണോടാ? നമുക്ക് 20 ഫുഡ് വെച്ച് മേടിച്ചിട്ടല്ലേ അളിയാ. എന്റെ 280 കോടി ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക്. 280 കോടിയാ?
അടേ ഞാനിപ്പോ പറയട്ടാ, ഗ്യാങ്ങിന്ന് കണ്ണെടുക്ക് മറയ്ക്കും. അളിയ ഇതൊക്കെ നൈസായിട്ട് ഇന്ന് ആരറിയാ. പാസ്വേഡ് വല്ലപ്പോഴും വരും. നിന്റെ പൂണ്ട് വിളയാട്ടോട് നടക്കണേ. ഞാനിപ്പോ കോലീഡർ അല്ല. അല്ല എനിക്ക് ചെറിയൊരു സസ്പെൻഷൻ കിട്ടി. ഞാനിവിടെ കണ്ടമനം വള്ളി എടുക്കുന്നുണ്ട്. പാസ്വേഡ് ഒന്ന് കിണ്ടി 15 ദിവസത്തേക്ക്. പിന്നെ നമ്മളിവിടെ കിടന്ന് വിളയാടൂലേ അളിയാ. ആരോ തല്ലി ആരെ പിടിച്ചിട്ട് അടിച്ച് ആരും മുട്ടിലിരിക്കണം നമ്മള്. ചന്ദ്രന്റെ മോൻ. ഹലോ നിന്റെ മോനെ കണ്ടോ മോടാ ഒരു മൈൻഡ് ഇല്ല. അളിയവനെ കൊണ്ടുപോണം. എന്താ ഇവിടെ നീ എന്തിനാ അടിയിക്കണ അവരുടെ അടുത്ത്? അവന്റെ അളിയ അവന്റെ വന്ന് വണ്ടി കയറി അളിയ അവന്റെ വണ്ടി എടുത്ത് ഓടക്കണേ. എടാ സ്നൈപ്പേ, ഞാനേ രായനും സിറ്റി മൊത്തം കാണിച്ചു കൊടുത്തിട്ടില്ല. അളിയ വള്ളി എടുക്കണ சூர்யா நான் வந்து பேசிட்டேன் உங்ககிட்ட. நீ வந்து இந்த கெத்தில கார்ல போச்சு. ஆமா இந்த Dress பார்த்துச்சு உனக்கு ஞாபகம் இல்ல? സൂര്യ നീ പെരിയ ആളായാ? സൂര്യ നീ എന്ത് സംസാരിക്കാത്ത? നീ സംസാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നീ ആര് കുണ്ണേ? കാറിലിരിക്കുന്നു മുതുകില്. നമ്മ ഫ്രണ്ടി വന്ന് നിന്ന് അല്ലടാ. അതിന്റെ ഒരു മാവലാണ് അതിന്റെ. അപ്പൊ ഏതോ ഒരു കുഞ്ഞു പെങ്കൊച്ച് വന്നിരുന്ന് സൈറ്റ് അടിക്കണ പറയണ വിളിച്ചോണ്ട് പോണ്. അല്ലേ ഇത് വലിയ പ്രശ്നമാണ് സത്യം പറഞ്ഞു. ഇത് ഒന്നല്ലെങ്കിൽ യവനെ എന്റെ ഓണർഷിപ്പിലായതുകൊണ്ട് എന്നെ കൊണ്ടുപോകും. സ്കൂളിലൊക്കെ വിടാറുണ്ടോ നീ? ഓ പിന്നെ സ്കൂളുണ്ട്. സ്കൂളുണ്ടോ അവരെ? അതൊക്കെ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ ആ സ്കൂളിലെ ലീഡറാണ് അവൻ. സ്കൂൾ ലീഡർ. ഇവൻ തന്നെയാണ് അവിടുത്തെ ടീച്ചറും പഠിപ്പിക്കുന്നയാളും അതുപോലെ എല്ലാ സ്കൂളിനെ നോക്കുന്ന ആളും അഡ്മിഷൻ എടുക്കുന്ന എല്ലാം തന്നെയാണ്. എല്ലായിടത്തും അളിയ ഈ പമ്പ് ഞാനങ്ങ് മേടിച്ച്. എത്ര രൂപ പേര്? 1300 കോടി. 1300 കോടി. ബാക്കിയുള്ള 100 കോടിക്കാണ് വാങ്ങണം. ഞാൻ 1300 കോടിക്ക് വാങ്ങി. ഓ എനിക്ക് തലയ്ക്ക് 1300 കോടി പോയി അളിയാ. പോയി, കാശ് പോയി. ലാഭം ഒന്നും കിട്ടില്ല. ലാഭം 10 100 1000 15 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി അളിയ ലാഭം. അല്ലെ ടോട്ടൽ മണി സ്പെൻഡ് 10 100 1000 15 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. അതായത് 10 കോടി അതായത് 71 കോടിയാണോ? 71 കോടി 54,63,276 മുടക്കിയപ്പം 10 100 1000 15 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 200 കോടി ടോട്ടല് ലാഭം. 200 കോടി 80,82,550. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ 1300 കോടിയില് എത്ര ലാഭം? എത്ര കുറച്ച് ലാഭം കിട്ടി. കുറച്ച് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം വന്ന് ആളി 1300 കൂടുതലാകുമ്പോഴല്ലേ നമുക്ക് ലാഭം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 120 കോടി. 1300 കോടി അല്ലേ? 1300 കോടി 300 കിട്ടുള്ളൂ. ഇനി 1000 കിട്ടണം. 10% കിട്ടിയിട്ടുള്ളൂ. എത്ര മാസം ഇത് എടുത്തിട്ട്? എടാ അളിയാ, ഞാൻ നിനക്ക് ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി. നിനക്ക് ഞാൻ കാര്യം കാണിച്ചിടണമെന്ന് വിചാരിച്ചാൽ മറന്നു വരായ.
എന്തൊരളിയാ? നമ്മുടെ പിത്തൽജീരെ ഒരു കാര്യം അറിഞ്ഞല്ലോ നീ, നമ്മുടെ പ്ലെയിനിൽ നിന്ന് വീണ് ആള് മൃതി അടഞ്ഞത്. അറിഞ്ഞു. ഓ അത് അറിഞ്ഞു. ആൾക്ക് നമ്മളൊരു കല്ലറൊക്കെ കെട്ടി. എവിടെ? വാ 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 കാണിച്ചു തരാം. ആളുടെ ആത്മാവ് വേറെ സിറ്റിയിലൊന്നും ഞാൻ അറിഞ്ഞല്ല. അളിയ ആളുടെ ആത്മാവ് നമ്മളെ ഇവിടെ മരിച്ചാണെങ്കിലും ഡിമൺ സിറ്റിയിലൊക്കെ അലഞ്ഞു നടക്കണം എന്ന് KKPP സിറ്റിയിലൊക്കെ അലഞ്ഞു നടക്കണം എന്ന് എങ്ങനെ ഒരു വിവരം കിട്ടി എനിക്ക്. ആത്മാവ് ഉണ്ട്. കറക്റ്റാണ്, ആത്മാവുണ്ട്. അളിയ ആത്മാവുണ്ട്. ഇത് ഷാക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ പടിയടച്ച് പിണ്ട വെച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എന്നെ കുറെ മനസ്സിൽ കുറെ തള്ളക്കി കളിച്ചതാണ് അറിഞ്ഞത് ഞാൻ. അളിയ പണ്ടത്തെ പോലെ ഞാൻ മുമ്പേ കൂടി ഒന്നും കയറത്തില്ല ഗ്യാങ് ഹൗസിലോട്ട്. എനിക്ക് ഇഷ്ടമല്ല അത്. മുന്നേ കൂടി ഒന്നും കയറത്തില്ല, എനിക്ക് ഇഷ്ടമല്ല അത്. അല്ലയാ ഇത് കണ്ടാരായ അല്ലെ മിസ് ചെയ്യണല്ലേ? ഇതൊക്കെയാണ് മിസ് ചെയ്യില്ല അളിയാ. എന്റെ പകുതി ഉള്ളട്ടാ. സുനിയെ മൊത്തത്തിൽ വെട്ടിന്ന് അറിഞ്ഞത്. ഓ അളിയ ഇവിടെ ഫുള്ള് സെറ്റപ്പ് അല്ലേ? ഇത് കണ്ടാ അളിയ ഞാൻ എല്ലാ വാറിനും പോകുമ്പോഴത്തേക്ക് ഇപ്പം പ്രത്യേകിച്ച് തൊഴുതിട്ടാണ് പോണത്. പ്രത്യേകിച്ച് അല്ലെ ഞാൻ പ്രത്യേകിച്ച് ബിസിനസ് എന്തെങ്കിലും കാര്യമായിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പിറ്റാതി തൊഴുതിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ അളിയ. കാരണം ഇങ്ങനെയുണ്ടല്ലോ വേറെ ഒന്നില് രാശിയില്ലെങ്കിലും ബിസിനസ്സിന് ഇങ്ങനെ ഭയങ്കര രാശിയായിരുന്നു അറിയല്ലേ? പുണ്യ സ്ഥലത്താണ് അല്ലെ ചെരിപ്പൂർണ്ണ. ഇത് വില്ലന്ദാസ് ഇപ്പം 2 ആഴ്ചക്കകത്ത് കയറിയില്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു ഫോട്ടോ വരും. അല്ല അതങ്ങനെയാണ്. ഇനി നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ആക്റ്റീവിന്റെ ഇത് ആക്കിയിട്ട് ഞാനും ബാബും കൂടി കൊണ്ടുവന്ന പുതിയൊരു സംഭരണമാണിത്. ഇത് കല്ലറയുടെ എണ്ണ ചിലപ്പോ കൂടും. നീ ഉള്ള സമയത്തില്ലാന്നോ? നമ്മള് എല്ലാരും ഉള്ള സമയത്തല്ലേ വില്ലന്ദാസ് വന്നത്? ഇപ്പഴാക്റ്റീവല്ല, ഇപ്പഴില്ല. അപ്പോഴുമില്ല. ഇനി അത് അപ്പുറത്ത് ഗോകുവിന്റെ ഒരു ഇത് കിട്ടില്ല. മരണ സർട്ടിഫിക്കറ്റ് ഇട്ടിരുന്നെങ്കിൽ അപ്പുറത്ത് ഗോകുവിന്റെ പടം കൂടി വെക്കണം. ഇല്ല അളിയ നിങ്ങൾ മരിച്ചിട്ടില്ല. നീ എന്ന് സിറ്റിയിൽ കേറാതെ ആവുമ്പോ അപ്പൊ ഞാൻ വെക്കും അല്ലറ. എന്താ? ഇല്ല ഇവന് കൊച്ചു പെട്ടി. അവന്റെ ഡ്രസ് കണ്ടാ? ഇത് കൂറമ്മയുടെ അടുത്താണ് മനസ്സിലായില്ലേ? ഇപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ എന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് വരും മനസ്സിലായോ? എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നൈസായിട്ട് അന്ന് കേറുമ്പോ എന്റെ ഡ്രസ് ഇട്ടിട്ട് കയറും. അവളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവളെ ഡ്രസ് ഇട്ട് കയറും. ഇല്ല PL അറിയാം. ഇതൊക്കെ സൂര്യ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയാ? സണ്ട പോട്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നീ ഞാനായിരിക്കും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേട്ടോ. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുവേ. അമ്മ പോയ എവിടെ പോയി? സണ്ട പോട്ട് ഒരിടത്തും പോയില്ല, പക്ഷെ ഒരിടം പോവും. ഇത് കത്തുവോ? ഇല്ല പറഞ്ഞു. ഇല്ലടാ ഇല്ല അത് എന്റെ 50-80 സുപ്രീം എക്സ്. അപ്പൊ കുറച്ചു നേരം കൂടി ഹോൾഡ് ചെയ്യും. നീ പോയിട്ടാ ഞാൻ എന്തായാലും പോവുള്ളു. വെയിറ്റ് നമുക്കൊരു നോക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. എനിക്ക് PL കുറയുന്നുണ്ട് കേട്ടോ. നിനക്ക് PL കുറഞ്ഞ? എനിക്ക് 20 നിനക്ക് എത്ര? ഇവിടെ PL എങ്ങനെ സ്ട്രൈക്ക് ആണെന്ന് പറയട്ടെ. ഇവിടെ സാബ് ഗുരുവും ഷെയ്ക്കും ഉണ്ട്. സിറ്റിയിലെ വലിയ പടക്കാരാ.